ഹലോ ഹായ് മൈ വ്യൂവേഴ്സ്, ഞാൻ ദർശന ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദർശനാസ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചൈനീസ് ബാൽസം അഥവാ ഇംപേഷ്യൻസ് എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ കെയറിങ്ങും ഇതിൻ്റെ പ്രൊപ്പഗേഷനും എങ്ങനെയാണ് ഇതിൽ ഇത്രയും പൂക്കൾ വിരിയിക്കുന്നത് എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു നോക്കൂ. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഈ ചൈനീസ് ബാൽസം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ബെസ്റ്റ് ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ്. ഒരു പ്ലാന്റിൽ തന്നെ നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ദിവസവും പൂക്കൾ വിരിഞ്ഞ് നമ്മുടെ ഗാർഡൻ വളരെയധികം മനോഹരമാക്കി നിർത്തുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. ഇതിൻ്റെ പല കളേഴ്സിലുള്ള ഫ്ലവറും വരുന്ന പ്ലാന്റ്സ് ഇപ്പോൾ നഴ്സറികളിൽ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 4 ടൈപ്പായിട്ടുള്ള പ്ലാന്റ്സ് ആണുള്ളത്. ഒന്ന് ഓറഞ്ച്, ഒന്ന് റെഡ്, ഒന്ന് വൈറ്റ്, ഒന്ന് പിങ്ക്. അതിൽ വൈറ്റ് എനിക്ക് ഈ അടുത്ത് കിട്ടിയ ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിലിപ്പോൾ പൂക്കളൊന്നും വിരിഞ്ഞു തുടങ്ങിയിട്ടില്ല. പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനി എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. ഇതിൻ്റെ ഓരോ സ്റ്റെമ്മും കട്ട് ചെയ്ത് നമുക്ക് ഈസി ആയി തന്നെ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മണ്ണും വളപ്പൊടിയും കൊക്കോ പീറ്റും മിക്സ് ചെയ്ത ഒരു പോട്ടിലോട്ട് ഇതിൻ്റെ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമുക്കിതിനെ നട്ടു കൊടുത്താൽ മതി. 2 ദിവസം തളർന്നു നിന്നാലും 3 ദിവസം നന്നായി തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റാണിത്. പെട്ടെന്ന് തന്നെ നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഓരോ പ്ലാന്റും ഉണ്ടാക്കിയെടുത്താൽ അത് തിക്കായി വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ തന്നെ ചെറിയ ചെറിയ തൈകൾ മുളച്ച് വരും. അതും നമുക്ക് ഇതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതെൻ്റെ കയ്യിലുള്ള വേറൊരു കളറായിട്ടുള്ള പിങ്കാണ്. കാണാൻ നല്ല ഭംഗിയാണ്. നിറയെ തിക്കായി വളർന്നു വന്നാൽ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കും. ഇതിൻ്റെ ഇങ്ങനെയുള്ള ഒരു സ്റ്റെമ്മ് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വളരെയധികം സെൻസിറ്റീവാണ്. ഒരു വാട്ടർ കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെമ്മാണ് ഇതിനുള്ളത്. നമ്മുടെ മഷിത്തണ്ട് ചെടി ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ പെടുന്ന ഒരു സ്റ്റെമ്മാണ് ഇതിനുമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുന്ന പോലെ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതെന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റെമ്മാണ് ഈ ഒരു പ്ലാന്റിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ സ്റ്റെമ്മിൻ്റെയും താഴ്ഭാഗത്തു നിന്ന് ചീഞ്ഞിട്ടാണ് ഈ ഒരു ചെടി നശിച്ചു പോവാറുള്ളത്. ഇതിൻ്റെ ഓരോ സ്റ്റെമ്മും താഴ്ഭാഗത്തു നിന്ന് ചീഞ്ഞ് തുടങ്ങിയിട്ട് അങ്ങനെ കേടുവന്ന് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവറായിട്ട് വാട്ടർ ഇതിന് കൊടുക്കരുത് എന്ന് കരുതി വെള്ളം ഡെയിലി കൊടുക്കാതിരിക്കരുത്. നമ്മൾ ദിവസവും ഈ ഒരു പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കിട്ടാതായി കഴിഞ്ഞാലും ഈ ഒരു ചെടി വാടി തൂങ്ങി നിൽക്കും. അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത. ഈ ഒരു പ്ലാന്റിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൽ ഒരിക്കലും വെച്ച് കൊടുക്കരുത്. ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ചെടി പെട്ടെന്ന് തന്നെ ക്ഷീണിച്ച് വാടി തളർന്ന് നിൽക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വെച്ച് കൊടുക്കാതിരിക്കുക. നമുക്കൊരു ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏത് ഏരിയയിൽ വെച്ച് കൊടുത്താലും നിറയെ പൂക്കൾ തന്ന് മനോഹരമാക്കി നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇതെൻ്റെ കയ്യിലുള്ള റെഡ് കളർ വന്നിട്ടുള്ള ഒരു ഫ്ലവറാണ്. അപ്പം ഈ ഒരു ചെടിയെ ഞാൻ ഡയറക്റ്റായിട്ടുള്ള മണ്ണിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാതെ തന്നെ പെട്ടെന്ന് വളർന്ന് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണിത്. നമ്മുടെ കയ്യിൽ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ വേറെ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം. ഒരുപാട് പ്ലാന്റ്സ് ഒരേപോലെ നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വേറെ പോട്ടിൽ നമ്മൾ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ കയ്യിൽ ഇതിൻ്റെ പല കളേഴ്സും പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഡബിൾ ഷെയ്ഡ് വന്നിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ 4 കളേഴ്സ് മാത്രമാണുള്ളത്. അപ്പം ഇതുപോലെ ഡബിൾ കളേഴ്സ് വരുന്ന പല പ്ലാന്റ്സും ഇപ്പോൾ ഞാൻ പലയിടങ്ങളിലും ഇതിൻ്റെ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് നമുക്കൊരു ചെറിയ പീസ് കിട്ടിയാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി വെയിലടിക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ വാടി നിൽക്കുന്നത് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ തണലായിട്ട് നിൽക്കുന്ന ഏരിയയിലേക്ക് വേണം ഇതിനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ചെടിക്ക് നമ്മൾ എപ്പോഴും അങ്ങനെ വളങ്ങൾ ഇട്ട് കൊടുക്കാറൊന്നുമില്ല.
ഞാൻ സാധാരണയായിട്ട് എൻ്റെ വീട്ടിൽ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. സാധാരണ നമ്മൾ കിട്ടുന്ന പച്ച ചാണകം സാധാ പച്ച വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരാഴ്ച അങ്ങനെ തന്നെ വെക്കുക. അങ്ങനെ ഒരാഴ്ച വെച്ചതിന് ശേഷം ആ ഒരു വെള്ളം ഇതിൻ്റെ ഈ ചെടിയുടെ താഴ്ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് പെട്ടെന്ന് തന്നെ തഴച്ച് വളരും. അങ്ങനെ പുതിയ പുതിയ സ്റ്റെമ്മുകളൊക്കെ വന്നിട്ട് നിറയെ മുട്ടുകൾ ഉണ്ടായിട്ട് നിറയെ പൂവ് വിരിയുന്നതായിരിക്കും. അത് നന്നായിട്ട് എനിക്ക് യൂസ്ഫുള്ളായിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നതാണ്. അതും ഇതുപോലെ തന്നെ നന്നായിട്ട് പൂക്കൾ വിരിയാൻ യൂസ്ഫുള്ളാവുന്ന ഒന്നാണ്. സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന ഉള്ളിത്തൊലികൾ ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയുടെയും വലിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ തൊലികൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളർ ചേഞ്ച് ആയതിന് ശേഷം ആ ഒരു വെള്ളം നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് പൂക്കൾ വിരിയുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ നമ്മളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.